അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു കുടുംബത്തിലെ 6-7 പേരെ കൊന്ന ഒരു വലിയ കുറ്റവാളി അവനാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ അടച്ചേക്കാണ്. അതുമല്ല ഇവന് മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ എന്തായാലും തൂക്കിലേറ്റും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കുറ്റവാളി ഇപ്പോ എന്തോ ഒരു മൂർച്ചയുള്ള സാധനം അതെടുത്ത് വായിലേക്കിട്ട് മനഃപൂർവ്വം അവന്റെ വായ ഇങ്ങനെ മുറിക്കാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് പോലീസ് അവിടെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇവന്റെ വായിൽ നിന്ന് രക്തം വരുന്നു. അപ്പോൾ ഇവനെ എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്തൊരു കാര്യമാണിത്. ഇത് കണ്ട ആ ഒരു പോലീസുകാരാണെങ്കിലും ഇവനെ ഒരു ആംബുലൻസിൽ കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ആ ഒരു വണ്ടിയിൽ കിടന്ന് ഇവൻ എല്ലാവരെയും നല്ലതുപോലെ അടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോ ഈ ഒരു കുറ്റവാളിയെ പിടിച്ച ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അവനിപ്പോ കുറച്ചുപേരെ ചോദ്യം ചെയ്യാണ്. വേറെ ഒന്നല്ല, ഇവൻ ഈ രക്ഷപ്പെട്ടതിന് ശേഷം 1 വർഷത്തോളം എവിടേക്കോ ഒളിച്ച് താമസിച്ചു. ആ ഒരു സമയത്ത് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേര് അവരെയാണ് ഇപ്പോൾ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ അവരോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അല്ല അവനിപ്പോ നിങ്ങളോടൊപ്പം താമസിക്കുന്ന സമയത്ത് അവൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ 3 പേരോടും മാറി മാറി ഇങ്ങനെ ചോദിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരൻ നേരെ പോകുന്നത് അവന്റെ ചീഫിനടുത്തേക്കാണ്. അങ്ങനെ ചീഫിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ചീഫ് പോലീസുകാരനെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. ഇപ്പൊ നിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് രക്ഷപ്പെട്ടു പോയത്. അതിന്റെ ചുമതല എല്ലാം എന്തായാലും ഈ ഒരു പോലീസുകാരനായിരിക്കും. അതുപോലെ ജനങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഒരുപാട് പേടിച്ചിട്ടുണ്ട്. എന്തായാലും മീഡിയയെ കണ്ട് ഈ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ ഒരു ഡോർ തുറക്കുന്നതും പെട്ടെന്ന് മീഡിയ എല്ലാം മുന്നിലിരിപ്പുണ്ട് ഈ ഒരു പോലീസുകാരനായാലും. അപ്പൊ ഈ ഒരു പോലീസുകാരൻ നേരെ അവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഇപ്പൊ ആ ഒരു മീഡിയയോട് പറയാണ്, ഒരു കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ അവനെ പിടിച്ച് ജയിലിലടയ്ക്കും. അതുമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ അവനെ പിടിക്കാനായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാള്, ഇതിപ്പോ ജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സഹായിച്ചു കഴിഞ്ഞാല് അവർക്ക് അതിൻ്റെതായിട്ടുള്ള സമ്മാനം മറ്റു കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് ഇപ്പൊ അടുത്തത് കാണിക്കുമ്പോ ഈ ഒരു കൊലയാളി ഉണ്ടല്ലോ അവന് വെറും 21 വയസ്സ് മാത്രമേ ഉള്ളൂ. അവൻ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തിരുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിപ്പോ ടിവിയിലിട്ട് ഇപ്പൊ ആ ഒരു ഫോട്ടോ ആയാലും ന്യൂസിലൂടെയായിട്ട് കാണിക്കുമ്പോ ഒരു ഫാമിലി ഈ ഒരു കാര്യം ഒന്ന് കാണാണ്. അപ്പൊ അതിലുള്ള ആ ഒരു മകളുണ്ടല്ലോ അവളായാലും ഇവനെ കണ്ടിട്ട് ഇവൻ ആരോടൊപ്പമാണോ ഇപ്പൊ ജീവിക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു പെണ്ണിനാണെങ്കിൽ ടോക്കിയോയിൽ പോയിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവളുടെ അച്ഛനും അമ്മയും ഒരു കാരണവശാലും അതിന് സമ്മതിക്കത്തില്ല. അവളാണെങ്കിൽ അതിനുവേണ്ടി നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് കാണിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ഒരു ചെമ്പ് മുടിക്കാരൻ അവനാണെങ്കിൽ ആ ഒരു സൂപ്പർവൈസർ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. ഇവൻ എപ്പോഴും ഇത് തന്നെയാണ് പണി, വഴക്ക് കേൾക്കുക ജോലി ചെയ്യുക, വഴക്ക് കേൾക്കുക ജോലി ചെയ്യുക. അപ്പോഴേക്കും തന്നെ കണ്ണാടിയൊക്കെ ഇട്ട് കുറച്ച് മുടിയെല്ലാം വളർത്തിയ വേറൊരുത്തൻ അപ്പോഴേക്കും ആ ഒരു ചെമ്പ് മുടിക്കാരനായാലും അവനോട് പറയും, ശരി നീ വന്നിട്ട് ഒന്ന് സഹായിക്കാൻ പറയുമ്പോൾ അവൻ പറയും, ഞാൻ ഈ ഒരു പൈപ്പ് കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകുന്നതും അത് കഴിഞ്ഞിപ്പോൾ ഈ ഒരു ചെമ്പ് മുടിക്കാരനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനാണെങ്കിൽ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് കടമായിട്ട്. അത് തിരിച്ചു കൊടുക്കാൻ പോലും അവനിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും പണം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പൈസ വാങ്ങിക്കാനുള്ളവരുണ്ടല്ലോ ഇവനെ വന്ന് നല്ലതുപോലെ ഇടിച്ചിട്ട് എപ്പോഴാണ് പണം തരുന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. തലമുടി പിടിച്ചിട്ട് അടുത്ത തവണ ഞാൻ വരുമ്പോൾ പണം തന്നോണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ഇവനായാലും പിന്നീട് കുളിക്കാനായിട്ട് വരുമ്പോൾ അടുത്ത് തന്നെ ആ ഒരു കണ്ണാടിയുണ്ട്. അവനെ കാണുമ്പോൾ എന്തോ വല്ലാത്തതുപോലെ. അവനാണെങ്കിൽ ഇവനോട് ആദ്യം അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. അതുപോലെ അവന്റെ മുഖത്തിന്റെ ഭാഗത്താണെങ്കിൽ എന്തോ ഒരു പാടുണ്ട്. അതേസമയം തന്നെ ഇവിടെ ആ ഒരു ചീഫിനെ കാണിക്കുമ്പോൾ നമ്മുടെ പോലീസുകാരനുണ്ടല്ലോ പുള്ളിക്കാരനെ വിളിച്ചിരുത്തി നല്ലതുപോലെ ചോദിക്കുകയാണ് ഇനിയിപ്പോ എപ്പോഴാണ് അവനെ പിടിക്കുന്നത്. കാരണം മുകളിൽ നിന്നും ഒരുപാട് പേരും ഇയാളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്, എപ്പോഴാണ് ആ ഒരു കുറ്റവാളിയെ പിടിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ അയാൾക്കായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ചീഫ് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കുക, ആരെ വേണമെങ്കിലും വിളിച്ചോ, എത്ര ടീമിനെ വേണമെങ്കിലും നിന്റെ കൂടെ കൊണ്ടുപോയിക്കോ, പക്ഷേ അവന് ഉടനെ തന്നെ പിടിക്കണം. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ ആയാലും വണ്ടിയിൽ പോകുമ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ 3 വർഷമായിട്ട് ജയിലിൽ കിടന്നവൻ ഇപ്പോൾ എന്തിനു രക്ഷപ്പെട്ടു പോകണം എന്നുള്ള ആ ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ഇൻസ്പെക്ടറിനും അതേ സംശയം തന്നെയാണ്, എന്തുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഈ ഒരു കുറ്റവാളി ഉണ്ടല്ലോ അവൻ ഒരാളെ കൊന്ന ആ ഒരു കേസിലെ സാക്ഷിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സാക്ഷിയുടെ സഹോദരിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ലേഡി പറയും, സോറി എന്റെ സഹോദരി ഇവിടെ ഇല്ല, അവളിപ്പോ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതുമല്ല നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അടുത്തേക്ക് ഇനി വരരുത്, എന്റെ സഹോദരി എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ചെന്ന് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകത്തില്ല, ഒരു സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും മറന്ന് നല്ലതുപോലെയാണ് ജീവിക്കുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു കഥ കുടിച്ചങ്ങ് അടയ്ക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ കാണിക്കുമ്പോൾ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അവനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പുറകിൽ എന്തോ ഒന്ന് വന്ന് വീഴുന്നൊരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ ഒരു ചെമ്പ് മുടിക്കാരനാണ്. അവന്റെ കാലിലാണ് എന്തോ വന്ന് വീണിട്ടുള്ളത്. വേദന കാരണം നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവനെ തൂക്കിയെടുത്ത് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നതും ഇവർക്ക് എന്തായാലും ഈ ഒരു ഇൻഷുറൻസോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ജോലി ചെയ്താലേ ശമ്പളമുള്ളൂ. അപ്പൊ ഇവന് ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇനി കുറെ കാലത്തേക്ക് പൈസ ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട്
എല്ലാവരും കുറേശ്ശെ പണം ഇട്ട് അതെടുത്ത് അവന് കൊടുക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും പണം എടുക്കുമ്പോഴത്തേക്കും അവൻ പറയും, ഇല്ല വേണ്ട വേണ്ട കുഴപ്പമൊന്നുമില്ല, ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും നമ്മുടെ കമ്പനി എന്റെ ഒരു മുറിവിന് പണമൊന്നും തരാൻ പോകുന്നില്ല, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ, ഇതുപോലെ ഈ തൊഴിലാളി സംഘടന ഉണ്ടല്ലോ അതിൽ നിന്നൊരു ഫോം കിട്ടും. അതെല്ലാവരും കൂടി വാങ്ങി പൂരിപ്പിച്ച് അത് ഈ ഒരു സംഘടനയ്ക്ക് ഈ ഒരു കമ്പനി തന്നെ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് ഗവൺമെന്റിൽ നിന്നും ഈ ഒരു പരിക്ക് പറ്റിയ ആൾക്ക് പണം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാക്കേണ്ട ആവശ്യമില്ല. സൂപ്പർവൈസർ ഈ ഒരു കമ്പനി അവര് നമുക്ക് പണം തരേണ്ട ആവശ്യമില്ല, ഗവൺമെന്റ് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്ന് നമ്മുടെ കണ്ണാടി കറക്റ്റ് ഒരു കാര്യം പറയുന്നതും ഓക്കെ അത് തന്നെയാണ് നല്ലൊരു കാര്യം, വെറുതെ ഒരു കമ്പനിയായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ഫോം കൊണ്ടുവന്ന് സൂപ്പർവൈസറിന്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കാണ് അയാൾ ഒട്ടും മനസാക്ഷിയില്ലാത്ത രീതിയിൽ നമ്മുടെ ചെമ്പു മുടിക്കാരന്റെ കാലിലേക്ക് ഒരു ഒറ്റ ചവിട്ട് എന്നിട്ട് താഴെ കിട്ടിയാണ് പറയുന്നത്, എടാ നീയൊക്കെ എന്താ വിചാരിച്ചത്, ഇപ്പൊ ഗവൺമെന്റ് നിനക്കൊക്കെ പണം തന്നിട്ട് ഈ ഒരു കമ്പനിയെ മോശമാക്കി കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ പണമൊന്നും തന്നില്ല എന്നും പറഞ്ഞ് അതിനല്ലേ നീ ഒരു കാര്യം ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോ നിനക്ക് ഈ ജോലി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജോലി വിട്ട് പോയിക്കോ, അല്ലാതെ ഈ ഒരു കാര്യം ഒരിക്കലും സമ്മതിച്ചു തരില്ല എന്നിങ്ങനെ പറയാണ്. അപ്പൊ പലയിടങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം, അതുകൊണ്ടാണല്ലോ ഇവർ ഈ ഒരു മൂവിയിൽ ഈ ഒരു കാര്യം കാണിച്ചിട്ടുള്ളത്. അങ്ങനെ റൂമിൽ വന്നിരുന്ന നമ്മുടെ ചെമ്പുമുടിക്കാരൻ അത്രയും വിഷമം എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അവൻ ഇപ്പോ ഈ ഒരു സൂപ്പർവൈസറിന്റെ റൂമിലേക്ക് കയറി വരുമ്പോ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ ഇരുന്ന് ഫോണിൽ കളിക്കുന്നു. അപ്പൊ ആ ഒരു കണ്ണാടി പതിയെ അടുത്തേക്ക് വന്ന് ആ ഒരു ഫോം എടുത്തു കൊടുത്തിട്ട്, സാർ ഇത് നിങ്ങൾ എന്തായാലും അവിടേക്കൊന്ന് അയച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സൂപ്പർവൈസർ എഴുന്നേറ്റിട്ട്, ഓ അപ്പൊ അവനോട് പറഞ്ഞത് നീ കേട്ടില്ലല്ലേ, ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണമെന്ന് ചോദിച്ച് ഒരു ഒറ്റയടി അവന്റെ കണ്ണാടി അങ്ങ് തെറിച്ചുപോയി. എന്നിട്ട് അവൻ തല കുനിഞ്ഞു നിന്ന് പതിയെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഒറ്റ നോട്ടം നോക്കും. അപ്പൊ ഈ ഒരു മുഖഭാവം കാണുമ്പോൾ തന്നെ സൂപ്പർവൈസർ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു ന്യൂസിൽ കാണിക്കുമ്പോൾ ഈ ഒരു കൊലയാളി ഉണ്ടല്ലോ അവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോ കൂടുതലാക്കിയിട്ട് 30 ലക്ഷത്തിലേക്ക് മാറ്റി. അത് ഈ ഒരു ചെമ്പ് മുടിക്കാരൻ കാണുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അവന്റെ മുഖത്ത് എന്തോ ഒരു മറുകൊള്ളതുപോലെയും ഈ ഒരു ടിവിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ആ ഒരു ചെമ്പ് മുടിക്കാരൻ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളിയിൽ ആരോ ഡോർ തട്ടുന്ന ശബ്ദം കേട്ട് ഇവൻ ചെന്ന് ഡോർ തുറക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്നത് ആ ഒരു കണ്ണാടി. അവനിപ്പോ കുറച്ച് പണം കൊണ്ടുവന്നിട്ട് ഈ ഒരു ചെമ്പ് മുടിക്കാരനോട് പറയും, ഇതുപോലെ ഞാൻ ആ ഒരു സൂപ്പർവൈസറിനോട് സംസാരിച്ചിരുന്നു, അവരാണെങ്കിൽ നിനക്ക് കുറച്ച് പണം തരാന്ന് പറഞ്ഞു, ആ ഒരു പണമാണിത് എന്നും പറഞ്ഞ് 20,000 രൂപ ഇവന്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ ഇവൻ ചോദിക്കും, അല്ല മൂക്കിനെന്ത് പറ്റി? അത് കുഴപ്പമൊന്നുമില്ല, ഇന്ന് വെച്ചോ എന്ന് പറഞ്ഞ ആ ഒരു പണം കൊടുക്കുമ്പോൾ അവന് നല്ല സന്തോഷമുണ്ട്. അപ്പൊ അവർക്ക് 20,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വലിയൊരു പണം തന്നെയാണ്. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഈ ഒരു കണ്ണാടിക്കും കൊടുക്കുന്നുണ്ട്. അല്ല നീ കഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു പണം വാങ്ങിക്കൊണ്ട് വന്ന്, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് കുറച്ച് പണം അവനും കൊടുക്കുന്നു. ഓക്കെ എന്തായാലും പണം കിട്ടില്ലേ, നമുക്ക് വെളിയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് രണ്ടുപേരും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാണ്. ആ ഒരു സമയത്ത് അവിടെയും ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്, ഈ ഒരു കൊലയാളിയെ പിടിച്ചു കൊടുത്താൽ ഇത്ര രൂപ കൊടുക്കുമെന്ന്. അപ്പൊ ആ ഒരു ചെമ്പുമുടിയും പറയുന്നുണ്ട്, ഇത്രയും പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എന്റെ ജീവിതം നല്ലതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വന്ന് ആഹാരമെല്ലാം എടുത്ത് വെച്ച് കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കണ്ണാടിയുടെ മുഖത്ത് ആ ഒരു മറുകണ്ടല്ലോ അതിങ്ങനെ കാണുന്നു. ഇത് കണ്ട് നമ്മുടെ ചെമ്പുമുടിക്കാരൻ നല്ലതുപോലെ പേടിച്ചിട്ട് പതിയെ ഒരിടത്തേക്ക് മാറിയിരുന്നു. ഓക്കെ ഞാനിപ്പോ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നേരെ ബാത്റൂമിലേക്ക് ചെന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ നോക്കാണ്. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു കൊലയാളിയെ പറ്റിയുള്ള ന്യൂസ് മാത്രമാണുള്ളത്. ഇതും കൂടി കൺഫേം ആവുന്നതും ഇവൻ നല്ലതുപോലെ പേടിച്ച് ഇപ്പോൾ പോലീസിനെ വിളിക്കുന്നതും ആ ഒരു സമയത്ത് കൺമുന്നിൽ വന്ന് നിൽക്കാണ്. ഇവനങ്ങ് പേടിച്ചോയി ചിലപ്പോൾ ഇവനെ കൊന്നാലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിലെ കുറച്ച് പണിക്കാർ നടന്നു പോകുമ്പോൾ അവരുടെ കൂടെ തന്നെ ഇവൻ നടന്നു പോയി കാണാതാവുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസിനെ വിളിച്ചതുകൊണ്ട് തന്നെ പോലീസ് നമ്മുടെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഒരുപാട് പേരെ വിളിച്ച് നേരെ ഇവിടേക്ക് വരികയാണ്. വന്ന് നോക്കുമ്പോഴത്തേക്ക് അവനെ അവിടെ കാണുന്നില്ല. ഇവനാണെങ്കിലോ ഈ ഒരു നാട് വിട്ട് തന്നെ അടുത്ത നാട്ടിലേക്ക് പോവാണ്. 1-2 മാസം മാത്രമേ ഈ ഒരു സ്ഥലത്ത് അവൻ ജോലി ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു കൊലയാളിയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ മറ്റൊരു സിറ്റിയിൽ ഒരു റൈറ്ററായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഏകദേശം ഒരു 6 മാസമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കോടതിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു വക്കീല്. ആ ഒരു വക്കീലാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അധികം ഫീസൊന്നും വാങ്ങാതെ നല്ലതുപോലെ കേസ് വാദിക്കുന്ന ഒരു വക്കീലാണ്. ഇപ്പൊ അയാൾക്കെതിരെ ഒരു കേസാണ്, ഏതോ ഒരു ടീനേജർ ആയിട്ടുള്ള പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു കേസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ മീഡിയാസ് എല്ലാം അയാളെ ശല്യപ്പെടുത്തിക്കൊണ്ട് പുറകെ തന്നെയുണ്ട്. ഇപ്പൊ ആ ഒരു വക്കീലിനായാലും ഒരു മകളുണ്ട്. തന്റെ മകളാണെങ്കിലും അയാളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ നോക്കാന്നെല്ലാം പറഞ്ഞ് അവളുടെ അച്ഛനെ സമാധാനിപ്പിച്ച് അവളിപ്പോ ഒരു മീഡിയ കമ്പനിയിൽ എഡിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവളായാലും നേരെ ആ ഒരു ഓഫീസിലേക്ക് കയറി ചെന്നിരിക്കുമ്പോൾ എതിർവശത്ത് ഒരു മുട്ടയുണ്ട്. ആ ഒരു മുട്ട ഈ ഒരു കൊലയാളി ഉണ്ടല്ലോ രക്ഷപ്പെട്ടു പോയാ അവനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കും. എന്നിട്ടിപ്പോ ഒരു മുട്ട കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് പറയാണ്. ഞാൻ റിസർച്ച് ചെയ്തതിൽ അവൻ ഒരിക്കലും കൊല ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൊല ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മോട്ടീവ് വേണമല്ലോ. പക്ഷെ ഇതിൽ മനസ്സിലാക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു മോട്ടീവ് ഉള്ളതായിട്ട് തോന്നില്ല. അതുകൊണ്ട് അവനായിരിക്കത്തില്ല ആ ഒരു കൊല ചെയ്തത്
എന്നുള്ള രീതിയിൽ അവൻ കണ്ടുപിടിച്ച ആർട്ടിക്കിൾസും മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു പെണ്ണിന്റെ കയ്യിലേക്ക് കൊടുക്കാണ്. അതേസമയം ഇവിടെ ആ ഒരു കൊലയാളിയെ കാണിക്കുമ്പോൾ അവനിപ്പോ മറ്റൊരു പേരിലാണ് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. അതും ഒരു റൈറ്ററായിട്ട്. അതുപോലെ ഇപ്പൊ അവന്റെ പേര് നാസു എന്നാണ്. അങ്ങനെ അവൻ എഴുതിയ കുറെ ആർട്ടിക്കിൾസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ലേഡിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവളാണെങ്കിലും അത് വാങ്ങി അതിനുള്ള പണം അവന്റെ കയ്യിൽ കൊടുക്കും. ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അതുപോലെ ഇവ എഴുതിയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ഒരു 6 ഫേമസ് ആണ്. അത് ഒരുപാട് റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഇവിടെ ജോലി കിട്ടും. ഇപ്പോൾ ഒരു കോൺട്രാക്ട് ബേസിലാണല്ലോ നിങ്ങൾ ഈ ഒരു ജോലി ചെയ്യുന്നത്. എന്നാൽ ഒരു എഡിറ്റർ ലേഡി അവനോട് ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ കൊലയാളിയെ കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസമായല്ലോ. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടറിന് അത്രയും വിഷമം ഇത്രയും കാലമായിട്ട് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ അവൻ പഠിച്ച ആ ഒരു സ്കൂളുണ്ടല്ലോ അവിടേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനം എടുക്കുകയാണ്. കാരണം നമ്മുടെ കൊലയാളി കുട്ടിക്കാലത്ത് അനാഥയായിട്ടാണ് ജനിച്ചത്. അവൻ ജനിച്ചു വളർന്ന ആ ഒരു അനാഥ ആശ്രമം ഉണ്ടല്ലോ അവിടെയുള്ള കുട്ടികളായിട്ട് അവൻ നല്ലൊരു സൗഹൃദമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവനെ പറ്റി എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻസ്പെക്ടർ നേരെ അവിടേക്ക് പോകുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് ഇത് നടത്തിപ്പുകാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരോട് കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല, കാരണം അവൻ അത്രയും നല്ലൊരു കുട്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഇവിടെ ആ ഒരു എഡിറ്റർ ലേഡി അവരാണെങ്കിലും ഈ ഒരു കൊലയാളി കൊടുത്ത ആ ഒരു ആർട്ടിക്കിള് അതെല്ലാം നല്ലതാണ് എന്നെല്ലാം പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അത് വാങ്ങിയാൽ പോരെ എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു മൊട്ടയ്ക്കും ഈ ഒരു ആർട്ടിക്കിൾസ് എല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വെളിയിൽ നല്ല മഴ. നമ്മുടെ എഡിറ്റർ ലേഡി കുടയെല്ലാം പിടിച്ചിങ്ങനെ നടന്നു പോകുന്നു. നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് മുന്നിലായിട്ട് കുടയൊന്നും ഇല്ലാതെ നനഞ്ഞുകൊണ്ട് ഒരാൾ ഓടി പോകുന്നു. അപ്പോൾ ഇവരായാലും പുറകെ ചെന്നിട്ട് പെട്ടെന്ന് അവനിങ്ങനെ കുട പിടിച്ച് കാണിക്കുന്നതും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അത് ആ ഒരു കൊലയാളിയാണ്. അപ്പൊ ഈ ഒരു എഡിറ്റർ ലേഡി ചോദിക്കും, ഹേയ് നീ നാസു അല്ലേ, എന്തു പറ്റി കുടയൊന്നും ഇല്ലാതെ നനഞ്ഞു പോകുന്നു, വാ എന്നോടൊപ്പം വാ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള റെസ്റ്റോറന്റിനകത്തേക്ക് അവനെ കൊണ്ടുപോവാണ്. അങ്ങനെ അവളും പണം കൊടുത്ത് കുറച്ച് ഫുഡെല്ലാം വാങ്ങിയിട്ട് ആവശ്യത്തിന് കഴിച്ചോന്നെല്ലാം പറയുമ്പോൾ അവന് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ കഴിക്കുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇവനിപ്പോ താമസിക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാന്ന്. അപ്പോൾ അവൾ പറയും, ശരി അങ്ങനെയാണെങ്കിലേ എന്റെ റൂമിൽ വന്നോ, ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ അവനായാലും അതിനെ സമ്മതിക്കുമ്പോൾ ഈ ഒരു എഡിറ്റർ ലേഡിയെ പെട്ടെന്ന് ആരോ ഒരാളിങ്ങനെ വിളിക്കുന്നു. ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു മീഡിയക്കാരുണ്ടല്ലോ അവരാണ് നിങ്ങളുടെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതും അവൾക്ക് അത് ഇഷ്ടപ്പെടാതെ ഫോൺ കട്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ കൊലയാളിയാണെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ടാണ് മദ്യം കഴിക്കുന്നത്. അത് ഇവള് വാങ്ങിക്കൊടുത്തത്. അത് കുടിച്ച ഉടനെ തന്നെ അവന്റെ ബോധം പോയി. അങ്ങനെ അവനെ പൊക്കിയെടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് ഇവൻ വീണ്ടും ആ ഒരു കൊലപാതകം ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ കൊല നടന്ന റൂമിൽ ഒരു സ്ത്രീ ഇതെല്ലാം കണ്ട് അലറി വിളിക്കുന്നു. പോലീസുകാർ അകത്തേക്ക് കയറി വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ ഇവനെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഇൻസ്പെക്ടർ ആയാലും പറയുന്നുണ്ട്, നീയാണ് കൊലയാളിയെന്ന് ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു, അതാണ് സത്യം എന്നെല്ലാം പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല സാർ നിങ്ങൾക്കറിയാം ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന്, അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഈ ഒരു കേസ് അന്വേഷിക്കണം, ഞാനൊരിക്കലും കൊലയാളിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കോടതിയിൽ വെച്ച് ഇവന് മരണശിക്ഷ അത് വിധിക്കുന്നതും ഇവൻ പെട്ടെന്ന് ആ ഒരു ഇൻസ്പെക്ടറിനെ നോക്കുമ്പോൾ ഇൻസ്പെക്ടർ തല കുനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻസ്പെക്ടർ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഇവൻ അങ്ങ് ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കണ്ടതെല്ലാം വെറും സ്വപ്നമാണെന്ന്. അപ്പൊ എന്തായാലും ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായി. അതിലെന്തൊക്കെയോ കാര്യങ്ങൾ ഇനി കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ട് ഇവനെ തന്നെ നമുക്ക് ഇനി മുതൽ ഹീറോ എന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മൂവിയിൽ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ആരാണ് അവരെല്ലാവരെ കൊന്നത്, ഇവൻ എങ്ങനെയാണ് അതിൽ പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവനായാലും എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു പേപ്പറിൽ സോറി ഇന്നലെ ഒരുപാട് മദ്യമായി തന്നത് ഞാൻ തന്നെയാണ്, അത് എന്റെ തെറ്റാണ്, ഓക്കെ എന്തായാലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ട് ദേ അവിടെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് എഡിറ്റർ ലേഡി അവക്കൊരു പേരെന്തായാലും കൊടുക്കണമല്ലോ, ഓക്കെ നമുക്ക് സാറ തന്നെ വിളിക്കാം. അപ്പോൾ സാറ ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹീറോ ആണെങ്കിലും ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്. ഓ അപ്പോൾ എഴുതാൻ മാത്രമല്ല നല്ലതുപോലെ കുക്ക് ചെയ്യാൻ അറിയാം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് അവനെ അഭിനന്ദിക്കുകയാണ്. അപ്പോഴേക്കും ഹീറോ പറയും, ഓക്കെ ശരി ഞാൻ എന്തായാലും പോവാണെന്ന് പറയുമ്പോൾ, അല്ല ഇത്ര ഇവിടുന്ന് എവിടുന്നാ പോകുന്നേ, ഇവിടെ താമസിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇല്ല ഓസിന് എനിക്ക് താമസിക്കാനായിട്ട് എന്തോ പോലെ, ഫ്രീ ആയിട്ട് താമസിക്കണ്ട, നിങ്ങൾ എല്ലാ ദിവസവും എനിക്ക് ഫുഡ് ഉണ്ടാക്കിത്താ, അതിന് പകരമായിട്ട് ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഓക്കെ ഡീലും നല്ലതായിട്ടുണ്ട്. അങ്ങനെ ഹീറോ ആയാലും ഇപ്പോൾ ഹാളിലാണ് കിടന്നുറങ്ങുന്നത്. രാത്രിയാകുമ്പോഴത്തേക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് സാറ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ ഉറക്കത്തിൽ കിടന്നിട്ട് ഇല്ല ഇല്ല എന്നെല്ലാം പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാണ്. അപ്പോൾ സാറയാണ് ചെന്നിട്ട് അവന്റെ കൈ പിടിച്ച് അവനെ സമാധാനപ്പെടുത്തി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരുമിച്ച് പാചകം ചെയ്യുന്നു, ഒരുമിച്ച് TV കാണുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്ത് ഇവരുടെ ജീവിതമാണെങ്കിലും നല്ലതുപോലെ പോകുന്നുണ്ട്. അതുപോലെ ഓഫീസിലാണെങ്കിലും നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ
സാറ ഇവിടെ നിന്ന് ഹീറോയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതുമല്ല രാത്രിയിൽ ഈ പേടി സ്വപ്നം കണ്ട് നിലവിളിക്കുന്ന ആ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഒരു ഓഫീസിൽ വന്നിട്ടായാലും ഇവൻ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് പേപ്പറുകൾ അവന്റെ ബാഗിൽ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം സാറ വന്നിട്ട് ആ ഒരു ബാഗെല്ലാം തുറക്കാനായിട്ട് ക്ലിപ്പും എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ എന്താണെന്ന് അവൾ നോക്കത്തില്ല. എന്തോ അവൾക്കത് തോന്നാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അവൾ അത് തുറക്കാതെ അവിടെ തന്നെ വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി കാണിക്കുമ്പോൾ ഹീറോ വീണ്ടും ഇതുപോലെ തന്നെ രാത്രിയിൽ പേടി സ്വപ്നം കണ്ട് ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ സാറയുടെ അച്ഛനുണ്ടല്ലോ, അയാള് ഇപ്പോഴും കുറ്റവാളിയാണെന്നുള്ള രീതിയിലാണ് കോടതി വിധിക്കുന്നത്. അപ്പോൾ സാറയുടെ അച്ഛൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവൻ ഇപ്പോഴും പുറത്തു കിടക്കുന്നു, ഒരു തെറ്റ് ചെയ്യാതെ ഞാൻ ഇവിടെ. അവൻ ഇനി എത്ര പെൺകുട്ടികളെ ഇതുപോലെ ഉപദ്രവിക്കും, എനിക്ക് ശിക്ഷ കിട്ടുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥ കുറ്റവാളി അവൻ ഇപ്പോഴും വെളിയിൽ തന്നെയാണുള്ളത് എന്നുള്ള ആ ഒരു വിഷമം സാറയുടെ അച്ഛൻ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സാറ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇത് കണ്ട ഹീറോ വന്നിട്ട്, അല്ല എന്തു പറ്റി, എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതുപോലെ തന്റെ അച്ഛന് നടന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതിനെപ്പറ്റി അവരോട് ഇങ്ങനെ പറയും. അപ്പോൾ അവനാണ് അവളെ ഇതിൽ സമാധാനപ്പെടുത്തുന്നത്. എന്നിട്ട് കുറച്ച് നല്ല വാക്കുകളെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു സംശയം തോന്നിയിട്ട് ഇവനോട് ചോദിക്കും, നീയല്ലേ പോലീസുകാർ അന്വേഷിക്കുന്ന ആ ഒരു കുറ്റവാളി എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് അങ്ങ് ഷോക്കായിപ്പോയി. അപ്പോൾ അവൾ പറയും, നിനക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമായി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ വെളിയിൽ ബെല്ലടിക്കുന്നു. പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ ഇൻസ്പെക്ടർ. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് സാറയോട് ചോദിക്കും, നിങ്ങളുടെ കൂടെ ഒരാൾ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും, ഇല്ല എന്നോട് ആരും താമസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ശരി ഞങ്ങൾ ഇന്ന് അകത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞ് വീടിനകത്തേക്ക് കയറി ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. അങ്ങനെ ഒരു സ്ഥലം പോലും വിടാതെ ഈ ഒരു റൂമിനകം മുഴുവനായിട്ടും നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സീലിംഗിൽ എന്തോ ഒരു മാർക്ക് ഇങ്ങനെ കാണുന്നു. അത് കണ്ട് ഈ ഒരു ഇൻസ്പെക്ടർ പറയും, സോറി എന്റെ തെറ്റാണ്, ഇവിടെ ആരുമില്ല, ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ അവർ പോയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ അതിന് മുകളിലാണ് ഒളിച്ചിരുന്നത്. അവർ പോയതും അവൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങും. കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇൻസ്പെക്ടർ വെളിയിൽ പോയിട്ടില്ല. വെളിയിലുള്ള തന്റെ കൂടെയുള്ള ആവരത്തിനോട് പറയുന്നുണ്ട്, അവ ഉള്ളിൽ തന്നെയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു നിൽക്കണം എന്നും പറഞ്ഞ് അവർ വെളിയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഹീറോ താഴേക്ക് ഇറങ്ങിയിട്ട് സാറയോട് ടാങ്ക്സ് എല്ലാം പറയാണ്. അപ്പോഴേക്കും വീണ്ടും വെളിയിൽ ബെല്ലടിക്കുന്ന ശബ്ദം. സാറ വന്ന് ഡോർ തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ അകത്തേക്ക് കയറിയിട്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ ചെന്ന് ഹീറോയെ അങ്ങ് പിടിക്കുകയും ചെയ്യും. അങ്ങനെ അവനെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് ആ ഒരു റൂമിലെ ഒരുപാട് കാര്യങ്ങളും അടിച്ചങ്ങ് നശിപ്പിക്കുകയാണ്. അവസാനം കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ കയ്യിൽ തോക്ക്, ഇവന്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തി. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ പറയും, അനങ്ങി കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യും. ഇവൻ പറയും, അടുത്തേക്ക് വന്നാലും ഞാൻ കുത്തും എന്നും പറഞ്ഞിട്ട് നിൽക്കാണ്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്, എനിക്കിതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ കൂടെയുള്ള ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, സാർ അവന് ഷൂട്ട് ചെയ്ത് പിടിക്കാന്ന് പറയുമ്പോൾ വെറുതെ തോക്കും വെച്ച് നിൽക്കാണ്. ഇൻസ്പെക്ടറിന് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് പതിയെ ആ ഒരു ജനാല വഴി താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. ഇവ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാറ വന്ന് അവന്റെ കയ്യിലേക്കും പിടിക്കും. അപ്പോൾ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോ നേരെ താഴേക്കൊന്ന് വീണത് ഒരു കാറിന് മുകളിലേക്കാണ്. അതുകൊണ്ട് വലിയ പരിക്കൊന്നുമില്ല. അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോഴത്തേക്കും പുറകെ ഒരുപാട് പേര് വരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവിടെ നിന്നും പോവാണ്. ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴായാലും നമ്മുടെ സബ് ഇൻസ്പെക്ടറിനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാഞ്ഞ്? ആ ഒരു പെണ്ണ് കൈകൊണ്ട് പിടിച്ചതുകൊണ്ടാണെന്ന് മാത്രം എന്നോട് പറയരുത്, നിങ്ങൾ മനഃപൂർവ്വം ഷൂട്ട് ചെയ്യാത്തതാണ്, അതെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടേക്ക് മീഡിയ, പോലീസ്, ബാക്കി എല്ലാവരും വന്നിട്ട് ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും കവർ ചെയ്ത് അതിനെ പറ്റിയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ എടുക്കാണ്. അതേസമയം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതിലിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ കൊലപാതകം നടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് ഒരു വയസ്സായുള്ള സ്ത്രീയാണ്. അവരെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴും അവരുടെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ 3 പേരെ തന്റെ കൺമുന്നിൽ വെച്ച് കൊടൂരായിട്ട് കൊന്നതാണ് അവർ കണ്ടത്. ആ ഒരു നടുക്കം ഇപ്പോഴും അവർക്ക് മാറിയിട്ടില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്പെക്ടർ ആയാലും ചോദിച്ച് നേരെ ആ ഒരു ചീഫിനടുത്തേക്ക് ചെന്നിട്ട് പറയും, ഇതേപോലെ കൊല നടന്ന ആ ഒരു സ്ഥലത്ത് ഒരേ ഒരു സാക്ഷി മാത്രമേ ഉള്ളായിരുന്നു. അവരാണെങ്കിലും അത് കണ്ട ആ ഒരു ഷോക്കിൽ ഇപ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുമല്ല അവരുടെ കൂടെ തന്നെ ഒരു പയ്യനുണ്ടായിരുന്നു. വയസ്സ് ഏകദേശം ഒരു 18 വയസ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അവന്റെ കയ്യിലായിരുന്നു ആ ഒരു ആയുധം ഉണ്ടായിരുന്നത്. കയ്യിലാണെങ്കിൽ ഒരുപാട് രക്തം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു ചീഫ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ കേസിന് പറ്റിയ ആൾ അവൻ തന്നെയാണ്, അതുകൊണ്ട് അവൻ തന്നെയാണ് കുറ്റവാളി എന്നും പറഞ്ഞിട്ട് കേസ് അവന്റെ നേർക്ക് അങ്ങ് തിരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിനായാലും അത് ചെയ്യാനായിട്ട് ചെറിയൊരു മടി. അപ്പോൾ ചീഫായാലും പറയുന്നുണ്ട്, ഹേയ് ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം ചെയ്യാൻ നോക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നും ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇത് എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ അവരുടെ മുന്നിലേക്ക് ചെന്നിട്ടാണ് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ദൈവനല്ലേ ആ ഒരു കുറ്റവാളി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫോട്ടോ കാണാൻ തന്നെ നല്ല പേടിയുണ്ട്, അല്ലാതെ ഒരുപാട് പേടിക്കുന്നുണ്ട്. അതുമല്ല പെട്ടെന്ന് തന്നെ അവരെ
അതെ, ഇവൻ തന്നെയാണെന്ന് ഇങ്ങനെ തലയാട്ടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ ആയാലും ഹീറോയെ പിടിച്ചോണ്ട് പോയിട്ട് കേസും തീർത്ത് അവന് ജീവപര്യന്തമല്ല മരണശിക്ഷ തന്നെയാണ് വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോഴും ഹീറോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ നല്ലതുപോലെയല്ല ഈ ഒരു കേസ് അന്വേഷിച്ചത്, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളത് നല്ലതുപോലെ അന്വേഷിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അയാൾ കേൾക്കുന്നില്ല. അതാണ് കോടതിയിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു ഇൻസ്പെക്ടറിനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ചെയ്ത ആ ഒരു കുറ്റബോധം കാരണം അയാൾക്ക് അവന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ തല കുനിച്ചിരുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ ആയാലും എഴുന്നേറ്റ് നോക്കുമ്പോൾ മുന്നിൽ നമ്മുടെ ഹീറോ വേഷം മാറി ജീവിക്കുന്നുണ്ടല്ലോ, ആ ഓരോ വേഷങ്ങളായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ അതെല്ലാം അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീറോയെ കാണിക്കുമ്പോൾ അവന്റെ കൺപീലിയെല്ലാം എടുത്തിട്ട് നല്ലതുപോലെ ഷേവ് എല്ലാം ചെയ്ത് അവൻ വീണ്ടും അവന്റെ രൂപം മാറാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് അവൻ പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ഇൻസ്പെക്ടറിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ TV ന്യൂസിൽ പറയാണ്, ഈ ഒരു കൊലയാളിയെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് 30 ലക്ഷമല്ല 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് അവർ എമൗണ്ട് ഇപ്പോൾ കൂട്ടി. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നും പോയിട്ട് ഏകദേശം 300 ദിവസമായി. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ മറ്റൊരിടത്തൊരു കേസ്, ഒരു കുടുംബത്തിലുണ്ടായിരുന്ന 4 പേരെ ഒരുത്ത് കൊല ചെയ്തിട്ടുണ്ട്. അവനെ പിടിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവന് മുന്നിലിരിക്കുന്ന അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീയാണ് ഇവരെ 4 പേരെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ അത് സമ്മതിക്കുന്നു, അവനൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഹീറോ നടത്തിയെന്ന് പറഞ്ഞൊരു കൊലപാതകം ഉണ്ടല്ലോ, അതും ഇവൻ ചെയ്ത കൊലപാതകവും ഒരേപോലെ ഇരിക്കുന്നു. ഇപ്പോൾ 2 കൊലപാതകങ്ങളും നടത്തിയതും ഒരാളാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വെളിയിലെ ന്യൂസും മറ്റു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു കോപ്പി കാറ്റ് കില്ലറാണെന്നാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ചെയ്തതുപോലെ ഒരു കൊലപാതകം ഇവനും അതുപോലെ കോപ്പി അടിച്ച് കൊല്ലുവാണ് എന്നുള്ള രീതിയിലാണ് വെളിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയില്ല നമ്മുടെ ഇൻസ്പെക്ടർ അവനോട് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ചിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഇൻസ്പെക്ടറിന് ഒരു സംശയം. കാരണം ഈ ഒരു 2 കൊലപാതകങ്ങളും ഒരേപോലെ തന്നെയാണല്ലോ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇവൻ തന്നെയായിരിക്കും അത് 2 ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഇൻസ്പെക്ടറിന് ഇപ്പോൾ സംശയമുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ നമ്മുടെ ഹീറോയും ഇവിടെ നിന്ന് TV കാണുന്നുണ്ട്. 4 പേരെ കൊന്ന ഒരു സൈക്കോ കൊലയാളി അവനാണെങ്കിൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെയാണ് ഹീറോ അവന്റെ മുഖം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവനെ നേരത്തെ തന്നെ ഹീറോ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഹീറോ ചെയ്ത ആ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഇവൻ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കാണുമ്പോഴത്തേക്കും ഈ ഒരു TV ന്യൂസിലെല്ലാം കാണുന്ന ഒരു പെണ്ണെ കാണിച്ചിരുന്നല്ലോ, ടോക്കിയോയിൽ പോയിട്ട് ബ്യൂട്ടീഷ്യൻ ആവുന്നെന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ്. അവളിപ്പോൾ ടോക്കിയോയിൽ പോയിട്ട് അവിടുത്തെ ജോലി നല്ലപോലെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അതുപോലെ നാട്ടിൽ വന്നതിന് ശേഷം അവള് ഈ വയസ്സായവരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോകാനായിട്ട് ലേറ്റ് ആയെന്ന് പറഞ്ഞ് നല്ലതുപോലെ മുഖമെല്ലാം നോക്കിയിട്ട് അവളിങ്ങനെ പോകുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, ഹേയ് ഇപ്പോൾ എന്താ കുറേ നാളായിട്ട് നല്ലതുപോലെ മേക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഹേയ് ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കാണ് അവളെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൾക്ക് അത്രയും സന്തോഷം. അതുമല്ല ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതിലാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഹീറോ ജോലി ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവളെ മാറ്റുന്നത് കൊണ്ടാണ് ഇവൾക്ക് കുറച്ചുകൂടി സന്തോഷം കൂടുതൽ. അങ്ങനെ ഹീറോ ആയാലും അവളെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളായാലും നല്ല സന്തോഷത്തോടെ തന്നെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് ചെന്ന് അവൻ നോക്കുന്ന ഓരോ വയസ്സായിട്ടുള്ള ആളുകളെയും അവളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് ഒരു സ്ത്രീയെ കാണിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഹീറോയുടെ കേസിൽ ഹീറോ ആണ് കൊല ചെയ്തതെന്ന് പോലീസിന് മൊഴി കൊടുത്തല്ലോ, ആ ഒരു സ്ത്രീയാണിത്. ഇപ്പൊ അവരെ പറ്റി ആ ഒരു പെണ്ണിനോട് പറഞ്ഞു കൊടുക്കാണ്, ഇവരൊരു ദിവസം പേടിച്ച് കണ്ണു തുറക്കും. കാരണം ഉറങ്ങി കഴിഞ്ഞാൽ ഏതോ ഒരു കൊലയാളി അവരുടെ സ്വപ്നത്തിൽ വരുന്നെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു സ്ത്രീയെ നമ്മുടെ ഹീറോ നല്ലതുപോലെ തന്നെ നോക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്ത് ഇവര് രണ്ടുപേരും ആഹാരം കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു പെണ്ണുണ്ടല്ലോ, നാളെ ഫ്രീ ആണെങ്കിലും നമുക്ക് വെളിയിൽ പോവാം എന്നുള്ള രീതിയിൽ ഹീറോ എങ്ങനെ വിളിക്കുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി ആ ഒരു പെണ്ണിന് ഹീറോയെ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഹീറോ ആയാലും അതിന് സമ്മതിക്കുന്നു. അതേ സമയമാണ് ഇവിടെ നമ്മുടെ എഡിറ്റർ ലേഡി ഉണ്ടല്ലോ സാറ, അവളെ കാണിക്കുമ്പോൾ അവളിപ്പോ ആ ഒരു ചെമ്പ് മുടിക്കാരനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കും, അല്ല അവനാണ് ആ ഒരു കൊലയെല്ലാം ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഹേയ് ഇല്ല ഒരിക്കലുമില്ല, കാരണം അവൻ അങ്ങനെ ഒരാളല്ല. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയിട്ട് തന്നെയാണ് പോലീസിനെ വിളിച്ചത്. പക്ഷെ അവസാന നിമിഷവും അവൻ എന്നെ സഹായിക്കുമായിരുന്നു, ഞാനാണ് അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്തത് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയെ പറ്റി നല്ല കാര്യം തന്നെയാണ് പറയുന്നത്. അതേസമയം ഇവിടെ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളിപ്പോ ഹീറോയെ വിളിച്ച് അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ്, ഒരു വലിയ നദിയാണ്. അതിന് മുകളിലാണെങ്കിൽ ഇപ്പോൾ മഞ്ഞുകാലം ആയതുകൊണ്ട് ഐസായിട്ട് ഇങ്ങനെ കിടക്കാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയും കൂട്ടി ഇവിടേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മുടെ ഹീറോയും കൂട്ടി ഇവിടേക്ക് വന്നിട്ട് സാധാരണ അവള് ഈ പ്രകൃതിയുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുന്ന സമയം, എന്നിട്ട് അവിടെയെല്ലാം അവള് വീഡിയോ ഇങ്ങനെ എടുക്കാണ്. അങ്ങനെ എടുത്തെടുത്ത് പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് തിരിയുമ്പോൾ ഇത് കണ്ട ഹീറോ ആയാലും പെട്ടെന്ന് തിരിയുന്നു. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീറോ വിചാരിക്കുന്നത് അവള് ഫോട്ടോ എടുക്കുകയാണെന്ന്, അവൾ വീഡിയോ എടുക്കുന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ അവള് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളായാലും ഹീറോയോട് സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ
ഇവിടെ നമ്മുടെ ഇൻസ്പെക്ടറിനെ കാണിക്കുന്നതും നമ്മുടെ ഇൻസ്പെക്ടർ ഇവിടെ ആലോചിക്കാണ്, ഒരുപക്ഷെ നമ്മുടെ ഹീറോ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി എവിടേക്കായിരിക്കും പോയിട്ടുള്ളത്, എവിടേക്ക് പോകാനായിരിക്കും സാധ്യത എന്നെല്ലാം ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അവസാനം അവനെതിരെ സാക്ഷി പറഞ്ഞ ആ ഒരു സ്ത്രീ അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്കായിരിക്കും അവൻ പോയിട്ടുള്ളത് എന്ന് നമ്മുടെ ഇൻസ്പെക്ടർ മനസ്സിലാക്കും. അതേസമയം ഇവിടെ രാത്രി കാണിക്കുമ്പോൾ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ വീണ്ടും ഞെട്ടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങുന്ന സമയത്ത് അതേസമയം ഇവിടെ ആ ഒരു സ്ത്രീയുടെ അടുത്ത് കാണിക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോ എഴുന്നിട്ട് അവരുടെ കൈ പിടിച്ച്, നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ കിട്ടാതിരിക്കത്തില്ല എന്നെല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും അവർ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിലോ ഇല്ല എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഇൻസ്പെക്ടർ ഇപ്പോ സാറിയൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, മീഡിയ, അവിടേക്ക് ചെന്നിട്ട് ആ ഒരു മുട്ടയെ കണ്ടിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആ ഒരു കൊലയാളി നല്ലവനാണ്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഒരുപാട് ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് നിർത്തി, എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അപ്പോൾ നിങ്ങൾക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ അവനെ ശല്യപ്പെടുത്തണമെന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ആർട്ടിക്കൽ എഴുതുന്നത് നിർത്തിയതല്ലേ എന്ന് കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇൻസ്പെക്ടർ അയാളോട് ചോദിക്കുമ്പോൾ ഇത് ഇത്ര കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ഇവരിങ്ങനെ നോക്കാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, ദയവ് ചെയ്ത് അവൻ എവിടെയാണെന്ന് പറയും, അതുമല്ല അവനെ പറ്റി നിങ്ങൾ എഴുതിയ ആർട്ടിക്കിൾസ്, മറ്റ് ഫയൽസ് ഇതെല്ലാം എനിക്ക് വേണം എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവസാനമായിട്ട് ഷേവ് എല്ലാം ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ജോലിക്കായിട്ട് പോയല്ലോ, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഇപ്പോൾ അവസാനമായിട്ടും വരുന്നത്. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ജോലി ചെയ്യുന്നത് വേറെ ആരുമല്ല, ഈ ഒരു സാക്ഷി പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർക്കൊരു സഹോദരിയുണ്ട്, അവർ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. സത്യത്തിൽ ഹീറോ ഇവിടെ വന്ന് ജോലി ചെയ്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാസ്ക് ഇട്ട് മാത്രമേ ജോലി ചെയ്യാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് പരസ്പരം ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോ ആയാലും ഇവിടെ വന്ന് മാസ്ക് ഇട്ട് ജോലി ചെയ്ത് ആ ഒരു സഹോദരിയോട് ഈ സാക്ഷി പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഇവരുടെ ചേച്ചി, അവരെവിടെയാണെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇവിടേക്ക് വന്നതും. അതനുസരിച്ച് അവരെവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഹീറോ ഇവിടെ നിന്നും ജോലി മാറി നേരെ അവർ കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ജോലിക്ക് ചേർന്നതും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇവർ ജോലി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മൊട്ട ആർട്ടിക്കൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു സഹോദരിയെ കാണാനായിട്ട് വരുമ്പോൾ അവരായാലും മൊട്ടയെ തള്ളിക്കളഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്നെ എൻ്റെ സഹോദരിയും വെറുതെ വിട്ടൂടെ പ്ലീസ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് മൊട്ടയെ പറഞ്ഞു വിടുമ്പോൾ മൊട്ട അതേ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ ഹീറോയെ കാണുന്നുണ്ട്. പക്ഷേ ഹീറോ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മറ്റാരോടും പറയത്തില്ല. എന്നിട്ട് മൊട്ട അവനോട് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്തെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ നീ നിരപരാധിയാണെന്ന് പറഞ്ഞ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അത് ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊട്ട അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് നമ്മുടെ ഇൻസ്പെക്ടർ മനസ്സിലാക്കും. അതുപോലെ ഹീറോ അടുത്തതായിട്ട് പോയിരിക്കുന്നത് അവരുടെ സഹോദരിയുള്ള ആ ഒരു ഓൾഡ് ഏജ് ഹോമിലാണെന്നും ഇൻസ്പെക്ടറിന് മനസ്സിലായി. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ ആ ഒരു പെണ്ണില്ലേ ഹീറോയെ സ്നേഹിക്കുന്ന, അവളാണെങ്കിലും എടുത്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് അവളുടെ അമ്മയ്ക്കും അച്ഛനെല്ലാം അയച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ അവളുടെ അമ്മ ഈ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ അയച്ച ആ ഒരു വീഡിയോയിലുള്ള ആ ഒരുത്തനുണ്ടല്ലോ, അവനാണ് ആ ഒരു കൊലയാളി എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇവര് സ്റ്റാറ്റസ് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും അതിലറിയാവുന്ന ഒരുപാട് പേര് ഇവർക്ക് മെസ്സേജ് ചെയ്തിരിക്കുകയാണ് അത് ആ ഒരു കൊലയാളിയാണെന്നുള്ള രീതിയിൽ. ഇത് കൂടി കാണുന്നതും ആ ഒരു പെണ്ണും നല്ലതുപോലെ പേടിച്ചു പോകും. അതേസമയം ഹീറോ ആണെങ്കിലോ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നിട്ട്, പ്ലീസ് ഇനി സമയമില്ല, നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇനി നിങ്ങൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്, എൻ്റെ ജീവിതം മൊത്തത്തിലുള്ളത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നെല്ലാം ഒരുപാട് അവരോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു പെണ്ണ് പതിയെ മുകളിലേക്ക് കയറി വന്നിട്ട് ഈ ഒരു കാര്യമെല്ലാം കാണുമ്പോഴത്തേക്കും അവൾക്കായാലും തോന്നുന്നുണ്ട്, ഒരുപക്ഷെ ഇവൻ നല്ലവനായിരിക്കും, അവന്റെ നിരപരാധിത്വം തെളിയിക്കാനായിരിക്കും അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അതെല്ലാം കണ്ടോട് നിൽക്കുമ്പോൾ ഇവിടെ വെളിയിലെ നമ്മുടെ പോലീസ് വന്നു. അപ്പോൾ മുകളിലെ നമ്മുടെ ഹീറോ ഈ ഒരു പെണ്ണിനോട്, എനിക്ക് വേണ്ടി നിനക്കൊരു സഹായം ചെയ്യാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളായാലും അതിന് സമ്മതിക്കുന്നതും ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ വെച്ച് ഹീറോ അവളെ കൊണ്ട് വെളിയിലേക്ക് വന്നിട്ട് പോലീസുകാരോട് പറയും, ആരെങ്കിലും അകത്തേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവളുടെ കഴുത്തറുത്ത് ഇവളെ കൊല്ലും എന്നുള്ള രീതിയിൽ ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരാൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ് ഒരുപാട് പേരും ഇപ്പോൾ ഇവിടേക്ക് വരികയാണ്. നമ്മുടെ എയർടെൽ ലേഡി സാറ അവളും ഇവിടേക്ക് വരുന്നുണ്ട്. മീഡിയാസ് എല്ലാവരും ഈ ഒരു ബിൽഡിംഗ് വളഞ്ഞു. ഇനിയിപ്പോൾ ഹീറോയ്ക്ക് എന്തായാലും രക്ഷയില്ല. അതേസമയം ഇതിനുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പെണ്ണിന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഈ വയസ്സുള്ള സ്ത്രീ ഉണ്ടല്ലോ അവരെ ചോദ്യം ചെയ്യാൻ പോവാണ്. ഇത് നീ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം, എല്ലാവരും ഇത് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ അവരോട് ചോദിക്കും, പ്ലീസ് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്, ഞാനാണ് ആ ഒരു കൊല ചെയ്തത്, ഞാനാണോ അത് ചെയ്തത് എന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് അന്ന് ആ ഒരു ദിവസം എന്താണ് സത്യത്തിൽ നടന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. സത്യത്തിൽ നമ്മുടെ ഹീറോ ആ ഒരു വീടിന് വെളിയിലൂടെ നടന്നു പോവായിരുന്നു. അപ്പോഴേക്കാണ് ഈ വീടിനകത്ത് ആരോ അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവനായാലും വീടിന് വെളിയിൽ നിന്നിട്ട് ഹലോ ആരെങ്കിലും ഉള്ളിലുണ്ടോ എന്നെല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും വരാത്തത് കൊണ്ട് അവൻ പറയും, ഞാൻ ഉള്ളിലേക്ക് വരാൻ പോവാണ്, ഞാനിപ്പോൾ ഉള്ളിലേക്ക് വരാണെന്ന് 2-3 തവണ പറഞ്ഞാണ് ഉള്ളിലേക്ക് കയറുന്നത്. അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച അതിനകത്ത് രക്തത്തിൽ കുളിച്ചിടക്കുന്ന ഒരുപാട് പേരുടെ ശരീരം. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കൊലയാളി ഇവരെല്ലാവരെയും കൊന്ന് പതിയെ ബാക്ക് ഡോർ വഴി ഇറങ്ങിങ്ങനെ പോകുന്നു.
നല്ലതുപോലെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവനെ നല്ലതുപോലെ നോക്കിക്കോ, ഇവൻ വേറെ ആരുമല്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ 4 പേരെ കൊന്ന ആ ഒരു കൊലയാളി. ചോദിക്കുമ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് നടക്കുന്ന അവൻ തന്നെയാണത്. അതേസമയം അവിടെ ഒരു സ്ത്രീയാണെങ്കിലും മരിക്കാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അവരെ രക്ഷിക്കാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവരുടെ ശരീരത്ത് കുത്തിവെച്ചിരുന്ന ആ ഒരു കമ്പി വലിച്ചൂരുമ്പോ ഇവിടെ ഈ ഒരു കൊലപാതകമെല്ലാം കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോ ഈ ഒരു കമ്പി വലിച്ചു എന്ന കാര്യം കണ്ടിട്ട് ഇവരാണെങ്കിൽ അത്രയും വലിയ ഷോക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ ആ ഒരു മൈൻഡ് തന്നെ ഔട്ടായിട്ട് നമ്മുടെ ഹീറോ ആണ് കൊലയാളി എന്നുള്ള രീതിയിൽ ഇവർ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും പോലീസ് അവിടേക്ക് വന്ന് ഹീറോയെ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹീറോ പറയുന്നത്, പ്ലീസ് ഞാനല്ല കൊലയാളി, ദേ അവരോട് ചോദിച്ചു നോക്ക്, അവർക്കറിയാന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും പിന്നീട് നടന്ന കാര്യം എന്താണെന്ന് നമുക്ക് അറിയാലോ. സത്യത്തിൽ പോലീസിനായാലും കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അത്ര റിസ്ക് എടുക്കാനായിട്ട് വയ്യ. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ തന്നെ കൊലയാളിയാണെന്ന് അവരോട് വെറുതെ ചോദിക്കുമ്പോൾ അവർ തലയാട്ടത്തേ ഉള്ളൂ. അത് വെച്ചിട്ട് അവനാണെന്ന് ഇവരങ്ങ് ഉറപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് സത്യത്തിൽ നടന്നത്. ഇവിടെ ഇപ്പോൾ ഹീറോ ആയാലും അവരോട് വീഡിയോ റെക്കോർഡില് പ്ലീസ് നിങ്ങൾ പറയും ഞാനല്ല കൊലയാളിയെന്ന് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരിപ്പോഴും സത്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം അവർക്ക് എന്തോ ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അവരായാലും പതിയെ കൈയെടുത്ത് അവന്റെ മുഖത്തേക്ക് വെച്ചിട്ട് അവനോട് എന്തോ പറയാൻ വരും. ആ ഒരു സമയം ഇവിടെ വെളിയിൽ നമ്മുടെ ഇൻസ്പെക്ടർ, അപ്പോഴേക്കും ഇവിടെ ഇൻസ്പെക്ടറിനെ ആ ഒരു ചീഫ് വിളിച്ചിട്ട്, ഏയ് നീ അവിടെ എന്താ ചെയ്യുന്നേ, അകത്തേക്ക് പോയിട്ട് എല്ലാം അങ്ങ് അവസാനിപ്പിച്ചേക്ക്, വെറുതെ വെയിറ്റ് ചെയ്യാതെ എന്നും പറഞ്ഞ് പ്രഷർ കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവരായാലും അകത്തേക്ക് കയറിയിട്ട് സ്മോക്കിംഗ് ബോംബ് ഉണ്ടല്ലോ അതെടുത്ത് അകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഈ ഒരു പുകയാവുന്നതും ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആ ഒരു കത്തിയും വെച്ചിട്ട് അകത്തേക്ക് വരുന്ന പോലീസുകാരെ തടയാൻ വേണ്ടി ഞാൻ കുത്തുമെന്ന് പറഞ്ഞ് നിൽക്കാണ്. അവരാണെങ്കിലും അവരുടെ കയ്യിലുള്ള ആ ഒരു ഷീൽഡ് വെച്ച് അകത്തേക്ക് വന്ന് ഇവനെ തടയുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും രണ്ടുപേരും അകത്തേക്ക് കയറി വന്ന് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ നമ്മുടെ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇപ്പോഴും ഷൂട്ട് ചെയ്യുന്നില്ല, അയാൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലോ അവൻ ഇത്തവണ ആ ഒരു തൂക്ക് വെച്ച് ഹീറോയുടെ തോളിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ഹീറോ വെടി കൊണ്ട് പതിയെ താഴേക്കൊന്ന് വീഴാണ്. അപ്പൊ ഇതെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയോട് പരിചയപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹീറോയ്ക്ക് വേണ്ടി ഈ ഒരു കേസ് ഒന്നുകൂടി റീ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കേസ് ഒന്നുകൂടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കൈയെഴുത്ത് വാങ്ങിക്കണം. അത് വെച്ചിട്ട് മാത്രമേ ഇവർക്ക് ഈ ഒരു കേസ് ഒന്നുകൂടി ഒന്ന് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അതിൽ ആദ്യത്തെ കൈയെഴുത്ത് വാങ്ങിക്കാൻ വേണ്ടി ഈ ഒരു കൊലയെല്ലാം നേരിട്ട് കണ്ടല്ലോ, അവരുടെ അടുത്തേക്കാണ് ഇവർ പോകുന്നത്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കൈയെഴുത്ത് വാങ്ങി അത് കഴിഞ്ഞ് റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരുടെയും സപ്പോർട്ട്, സാധാരണ ജനങ്ങളുടെ സപ്പോർട്ട് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഇൻസ്പെക്ടറിനെ ആ ഒരു ചീഫ് വിളിച്ചിട്ട് ഇപ്പോൾ വലിയ പ്രശ്നത്തിലേക്കാണ് എല്ലാം പോകുന്നത്. വെളിയിൽ എല്ലാവരും പറയുന്നത് ഈ ഒരു 18 വയസ്സുള്ള പയ്യനല്ല ഇതെല്ലാം ചെയ്തതെന്നാണ്. ആ ഒരു സൈക്കോ കില്ലർ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പിടിച്ച അവനാണ് എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നീ ഇതെല്ലാം ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കും, നിനക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ ഒരു ചീഫ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലുള്ള സാക്ഷിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മുടെ ഹീറോ തന്നെയാണ് കുറ്റവാളി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കാര്യമെല്ലാം ഇൻസ്പെക്ടറിനോട് പറയുമ്പോഴത്തേക്കും അയാളായാലും ഇതെല്ലാം കേട്ട് നിന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ജയിലിലേക്ക് പോയി ഇപ്പോൾ ഹീറോയെ കണ്ട് ഹീറോയോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാണ്. ആ ഒരു ചോദ്യത്തിലാണ് ഇയാൾക്കൊരു സംശയം. ഇപ്പൊ എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ 3 വർഷത്തിന് ശേഷം നീ എന്തിനാണ് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഹീറോ പറയും, ഞാൻ ഒരുപാട് കാര്യങ്ങളും അനുഭവിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ രക്ഷപ്പെട്ട് വെളിയിൽ പോയിട്ട് ഞാൻ മദ്യപിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ജോലിക്ക് പോയി, പിന്നീട് ആദ്യമായിട്ട് ഞാൻ ശമ്പളം വാങ്ങി, അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പെൺകുട്ടികളായിട്ട് ഇടപഴകി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും അവൻ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം എനിക്ക് പുതുതായിരുന്നു. അതുകൊണ്ടാണ് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം. അതുമല്ല ജയിലിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇവനെ ജീവിക്കേണ്ടെന്ന് വരെ തോന്നിയിട്ടുണ്ട്. മരിക്കണമെന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴത്തേക്കാണ് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനം എടുത്തത്. കാരണം ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടറിന് വല്ലാണ്ടായിപ്പോയി. കാരണം ജയിലിൽ ഇവനെ കൊണ്ടിടുന്ന സമയത്ത് ഇവന് 18 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പയ്യന്റെ ജീവിതം നശിപ്പിക്കാൻ പോവാണ് എന്നുള്ള കാര്യം നമ്മുടെ ഇൻസ്പെക്ടറിന് അറിയാം. അങ്ങനെ അത് കഴിഞ്ഞ് ഇൻസ്പെക്ടർ നേരെ ഈ ഒരു മീഡിയയുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണ് കുറ്റവാളി എന്നുള്ള രീതിയിൽ അത് മീഡിയയോട് പറയാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചീഫും മേലധികാരികളും എല്ലാവരും ഇപ്പൊ അവരെ എഴുതി കൊടുത്തതുപോലെയാണ് പറയേണ്ടത്. പക്ഷെ നമ്മുടെ ഇൻസ്പെക്ടർ ഇവിടെ ആ ഒരു പേപ്പർ മാറ്റി വെച്ചിട്ട് അവൻ ഒരിക്കലും കുറ്റവാളിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസ് ഞങ്ങൾ വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ മീഡിയയോട് പറയുന്നതും ഇത് കേട്ട മീഡിയസ് ആണെങ്കിലോ നല്ലതുപോലെ ഷോക്കായിട്ട് ഇപ്പൊ ഈ ഒരു ന്യൂസ് നല്ലതുപോലെ എല്ലായിടത്തും വൈറലാവുകയാണ്. എല്ലാവരും ഈ ഒരു കാര്യം അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കൂടെ പരിചയപ്പെട്ട അവർ 3 പേരുണ്ടല്ലോ, അവർ 3 പേരും നല്ലതുപോലെ സന്തോഷിക്കുന്നു ഈ ഒരു കാര്യം കേട്ടിട്ട്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഈ ഒരു കേസിനെ പറ്റി നല്ലതുപോലെ അന്വേഷിച്ച് ഇതിന്റെ വിധി ഒന്നുകൂടി കോടതിയിൽ പറയാൻ പോവാണ്. ആ ഒരു ദിവസം നമ്മുടെ ഹീറോ അകത്തേക്ക് വരുമ്പോൾ അവൻ പരിചയപ്പെട്ട എല്ലാവരും ഈ ഒരു കോടതിക്കകത്തുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു 4 പേര് നോക്കുമ്പോഴത്തേക്കും ഒരു സൈഡിലായിട്ട് നമ്മുടെ ഇൻസ്പെക്ടറും ഉണ്ട്. അപ്പൊ അയാളെ നോക്കി അയാൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണ്, നമ്മുടെ ഹീറോയ്ക്ക് അവസാനമായിട്ട് ഈ ഒരു അവസരം കൊടുത്തതാണ്.
അതിനു വേണ്ടിയിട്ട് ഒരു നന്ദി എന്നുള്ള രീതിയിൽ തല ഇങ്ങനെ കാണിച്ച് നേരെ ചെന്നിങ്ങനെ ഇരിക്കും. അങ്ങനെ ജഡ്ജി ആയാലും ഹീറോ ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഹീറോ നിരപരാധിയാണോ അതോ കുറ്റവാളിയാണോ എന്നുള്ള ആ ഒരു തീർപ്പ് പറയാണ്. പക്ഷെ ആ ഒരു കാര്യം എന്താണെന്ന് പറയുന്നില്ല, മ്യൂട്ടിലൂടെ മാത്രമേ കാണിക്കുന്നുള്ളൂ. പുറകിലിരിക്കുന്നവരുടെ റിയാക്ഷൻ വെച്ചിട്ടാണ് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാണിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി ഹീറോ എന്തായാലും നിരപരാധിയാണ്, അതിലൂടെ നല്ലൊരു ജീവിതം അവൻ ജീവിക്കാൻ പോകുന്നുണ്ടെന്ന്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.